ഹായ്, ഇന്ന് ഒരുപാട് ആളുകൾ ഒരുപാട് ബ്രൗസറുകൾ ഉപയോഗിക്കാറുണ്ട്. പല വെബ്സൈറ്റുകളും കയറുമ്പോൾ പരസ്യങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി ബ്രേവ് ബ്രൗസർ, ഒപ്പേര ഇങ്ങനെ തുടങ്ങി ഒരുപാട് ബ്രൗസറുകൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഈ ബ്രൗസറുകളിലെ പിന്നിൽ ഒരുപാട് ചതികളുണ്ട്. അത് നിങ്ങൾക്കറിയാത്തത് കൊണ്ടാണ്. നമ്മുടെ ഫോണിൽ ഏറ്റവും അധികം മാൾവെയർ കടന്നുകൂടുന്നത് ഇത്തരത്തിലുള്ള ബ്രൗസറുകൾ ഉപയോഗിക്കുന്നത് വഴിയാണ് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമല്ല, വലിയ വലിയ ടെക്നോളജി വിദഗ്ധർ ഇതേക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരു കാരണവശാലും മറ്റുള്ള ബ്രൗസറുകളെ സപ്പോർട്ട് ചെയ്യാത്തത്. എപ്പോഴും സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നത് നമ്മുടെ ഗൂഗിളിനെയും അല്ലെങ്കിൽ ഗൂഗിൾ ക്രോമിനെയും തന്നെയാണ്. നമുക്കറിയാം, നമ്മുടെ ഡാറ്റകൾ ഏറ്റവും കൂടുതൽ ചോരുന്നത് ബ്രൗസറുകൾ വഴിയാണ്. അപ്പോൾ നമ്മുടെ ഡാറ്റകൾ ചോരാതിരിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിളോ ഗൂഗിൾ ക്രോമോ മാത്രം ഉപയോഗിക്കുക. ഗൂഗിളിൽ ആഴ്ചയിൽ തന്നെ പല തവണ നമ്മുടെ ബ്രൗസിംഗ് സെക്യൂരിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് പല മാറ്റങ്ങളും കൊണ്ടുവരാറുണ്ട്. അത്തരത്തിൽ ചില മാറ്റങ്ങൾ ഇപ്പോൾ 2 ദിവസം മുമ്പ് വരെ ഗൂഗിൾ വരുത്തിയിട്ടുണ്ട്. അപ്പൊ അത്ര മാറ്റങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. നമുക്കറിയാം, ഫോൺ യൂട്യൂബ് എടുത്തു കഴിഞ്ഞാലും ഗൂഗിൾ എടുത്തു കഴിഞ്ഞാലും നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു കാരണവശാൽ നമുക്ക് അഡൽട്ട് കണ്ടന്റുകൾ നമ്മുടെ ഫോണിൽ പ്രത്യക്ഷപ്പെടാം. ഒരു പക്ഷേ കുട്ടികൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ വീട്ടിൽ ഉപയോഗിക്കുന്ന ഫോണിലായിരിക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവുക. പക്ഷെ ഗൂഗിൾ പുതിയതായിട്ടൊരു സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഇത്തരത്തിലുള്ള കണ്ടന്റ് ഫാമിലികളിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് സാധിക്കുന്ന, ഫാമിലി സപ്പോർട്ട് ചെയ്യുന്ന ഒരു DNS കൊണ്ടുവന്നിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നുണ്ട്. അപ്പൊ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്, വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ്. ഇതിനായി നമ്മുടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാം. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വലതുവശത്ത് കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിംഗ്സ് എന്ന് കാണാൻ സാധിക്കും, അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സെർച്ച് എഞ്ചിൻ ഇവിടെ ഫസ്റ്റ് തന്നെ കാണാൻ സാധിക്കും. സെർച്ച് എഞ്ചിൻ ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഡക് ഡക് ഗോ എന്നുള്ള ഈ ഒരു സെർച്ച് എഞ്ചിൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന ഹിസ്റ്ററികൾ ഗൂഗിൾ ശേഖരിച്ച് വെക്കില്ല. അപ്പം നമ്മുടെ സെർച്ചിങ് ഹിസ്റ്ററി സേവ് ആവാതിരിക്കാനായി താല്പര്യമുള്ള കൂട്ടുകാർക്ക് ഡക് ഡക് ഗോ എന്നുള്ള ഈ ഒരു സെറ്റപ്പ് എനേബിൾ ചെയ്യാവുന്നതാണ്. ഇത് ഗൂഗിളിന്റെ തന്നെ സെർവറാണ്, അപ്പം അതുകൊണ്ട് യാതൊരുവിധ ഇഷ്യൂവുമില്ല. രണ്ടാമത്തെ കാര്യം, താഴേക്ക് വരുമ്പോൾ ഇവിടെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്ഷനാണ്. നമ്മുടെ പ്രൈവസിക്കും നമ്മുടെ ഫോണിൻ്റെ സെക്യൂരിറ്റിക്കും വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്ന കാര്യം, ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. താഴേക്ക് വന്നു കഴിഞ്ഞാൽ യൂസ് സെക്യൂർ DNS എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഇവിടെ കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചൂസ് അനദർ പ്രൊവൈഡർ എന്നുള്ള ഈ ഒരു ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഫസ്റ്റ് കാണുന്ന ഏറ്റവും മുകളിൽ കാണുന്ന ഇത് എനേബിൾ ചെയ്യുക. ശേഷം രണ്ടാമത് ചൂസ് അനദർ പ്രൊവൈഡർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കസ്റ്റം എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ക്ലീൻ ബ്രൗസിംഗ് ഫാമിലി ഫിൽറ്റർ എന്നുള്ള ഒരു ഓപ്ഷൻ. ഇതിപ്പോൾ പുതിയതായി വന്നിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഫാമിലികൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു DNS ആണ്. അപ്പം ഈ DNS നമ്മൾ ഇതുപോലെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഡൽട്ട് കണ്ടന്റുകളോ അല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള ഏതെങ്കിലും തരത്തിൽ കുട്ടികൾക്കോ ഫാമിലിക്കോ ദോഷം ചെയ്യുന്ന യാതൊരുവിധ കണ്ടന്റും ഗൂഗിളിൽ നമുക്ക് പ്രത്യക്ഷപ്പെടില്ല. അപ്പോൾ ഇതെല്ലാവരും എനേബിൾ ചെയ്തു വെക്കുക. ഇനി അഥവാ 18+ കണ്ടന്റുകൾ വേണം എന്ന് താല്പര്യമുള്ള കൂട്ടുകാർക്ക് എന്താ ചെയ്യേണ്ടത്? താഴെ കാണുന്ന ക്ലൗഡ് ഫയർ ഈ 111 എന്നുള്ള ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സംഭവങ്ങളൊക്കെ ഇതിലൂടെ ലഭിക്കും. അപ്പോൾ VPN ഉപയോഗിക്കേണ്ട ആവശ്യവുമില്ല. അപ്പോൾ 2 കാര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും പ്രത്യേകമായിട്ടും വീട്ടിൽ ഉപയോഗിക്കുന്ന ഫോണും കുട്ടികൾക്ക് കൊടുക്കുന്ന ഫോണും എപ്പോഴായാലും ക്ലീൻ ബ്രൗസിംഗ് ഫാമിലി ഫിൽറ്റർ എനേബിൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നീട് നമ്മുടെ ബ്രൗസിംഗ് സെക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സേഫ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ സേഫ് ബ്രൗസിംഗ് ഇൻഹാൻസ് പ്രൊട്ടക്ഷൻസ് ഈസ് ഓൺ എന്ന് കാണാൻ സാധിക്കും. ഇതൊക്കെ ഞാൻ മുമ്പ് ഒരുപാട് തട്ടം ഇതിനെപ്പറ്റി ഇവിടെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. എങ്കിലും ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഇതിൽ കൂടി ആവർത്തിക്കുകയാണ്. അപ്പോൾ സേഫ് ബ്രൗസിംഗ് ഇൻഹാൻസ് പ്രൊട്ടക്ഷൻ ഈസ് ഓൺ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഏറ്റവും മുകളിലെ എൻഹാൻസ്ഡ് പ്രൊട്ടക്ഷൻ എന്ന് നിങ്ങൾ എനേബിൾ ചെയ്യുക. മിക്ക ആളുകൾക്കും നടുവിലുള്ള സ്റ്റാൻഡേർഡ് പ്രൊട്ടക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. അത് ഒഴിവാക്കി മുകളിലേത് സെലക്ട് ചെയ്യുക. മാത്രമല്ല, നമ്മുടെ ഗൂഗിളിനെയും ഗൂഗിൾ ക്രോമിനെയും പറ്റി ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ. മാത്രമല്ല, ഒരുപാട് കൂട്ടുകാർക്ക് ഇപ്പോൾ നിരവധി
പരസ്യങ്ങൾ ഫോൺ ഇതുപോലെ ഓഫായിരിക്കുന്ന സമയത്തും ഫോണിൽ മറ്റേതെങ്കിലും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ അനാവശ്യമായിട്ടുള്ള പരസ്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ എന്താണ് ചെയ്യുക എന്നുള്ള വീഡിയോ അടുത്ത പ്രാവശ്യം നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള ടെക്നോളജി വീഡിയോകൾക്കായിട്ട് മറക്കാത്ത ജാഫർ പൊന്നാനി എന്ന ഈ ഒരു ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും എല്ലാ കൂട്ടുകാരും ഫോളോ ചെയ്യുക. തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കിടിലൻ ടെക്നോളജി വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.